ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു തിങ്കിങ് ഗ്യാപ്പിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എക്സാംസിൻ്റെ ഡേറ്റൊക്കെ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ നേരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വന്നിരിക്കുന്നത് യാഗിയുടെ ആൻറ്റിനയായിട്ട് ബന്ധപ്പെട്ട് വരാവുന്ന ഇമ്പോർട്ടൻ്റ് MCQs ആണ്. അപ്പോൾ യാഗിയുടെ ആൻറ്റിന ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ടൈപ്പ് ഓഫ് ആൻറ്റിന ഫോർ TV reception over the last few decades. It is the most popular and easy to use type of antenna with better performance, which is famous for its high gain and directivity. അപ്പോൾ അതൊരു ജസ്റ്റ് ഇതായി. നമുക്കിനി ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഡയറക്റ്റിവിറ്റി ഓഫ് യാഗിയുടെ ആൻറ്റിന ഈസ് ഇൻക്രീസ്ഡ് ബൈ ആഡിങ് ഡാഷ്. ഓപ്ഷൻ എ പറയുന്നത് റിഫ്ലക്റ്റേഴ്സ്, ഓപ്ഷൻ ബി പറയുന്നത് ഡ്രിവൺ എലമെൻറ്റ്, ഓപ്ഷൻ സി പറയുന്നത് ഡയറക്റ്റേഴ്സ് ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നത് ബൂം. The directivity of Yagi-Uda antenna is increased by adding. Answer is option A, that is reflectors. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കാം. Addition of directors leads to focus the beam in the forward direction. Focus the beam in the forward direction. So directors will increase the gain of antenna. Folded dipole acts like a feed or driven element. Reflectors will increase the directivity of antenna by reflecting all energy towards radiation direction of antenna. Boom is a center rod on which elements are mounted. Next question, what is the radiation pattern of a Yagi-Uda antenna? What is the radiation pattern of a Yagi-Uda antenna? Option A പറയുന്നത് broad side, option B end fire, option C collinear, option D both broad side and end fire. അപ്പോൾ what is the radiation pattern of a Yagi-Uda antenna? Answer is option B, that is end fire. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയേഷൻ പാറ്റേൺ ഓഫ് എ യാഗിയുടെ ആൻറ്റിന ഈസ് എൻഡ് ഫയർ. ഇറ്റ് ഹാസ് ഇറ്റ്സ് മെയിൻ ബീം പാരലൽ ടു ദ ആക്സിസ് ഓഫ് ആൻറ്റിന, ദാറ്റ് ഈസ് ബൂം. അപ്പോൾ റേഡിയേഷൻ പാറ്റേൺ ഓഫ് എ യാഗിയുടെ ആൻറ്റിന ഈസ് end fire. It has its main beam parallel to the axis of antenna. Next question പറയുന്നത് the dipole to which the power is applied directly when the feeder in the Yagi-Uda antenna is called as dash. ഓപ്ഷൻ എ പറയുന്നത് ഡയറക്ടർ, ഓപ്ഷൻ ബി റിഫ്ലക്റ്റർ, ഓപ്ഷൻ സി ഡ്രിവൺ എലമെൻറ്റ് ആൻഡ് ഓപ്ഷൻ ഡി ബൂം. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ദാറ്റ് ഈസ് ഡ്രിവൺ എലമെൻറ്റ്. ദ ഡൈപോൾ ടു വിച്ച് ദ പവർ ഈസ് അപ്ലൈഡ് ഡയറക്ട്ലി ഫ്രം ദ ഫീഡർ ഇൻ ദ യാഗിയുടെ ആൻറ്റിന ഈസ് കോൾഡ് ആസ് ഡ്രിവൺ എലമെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ബാൻഡ്സ് യാഗിയുടെ ആൻറ്റിന ഓപ്പറേറ്റ്സ്? ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് HF UFH, സെക്കൻഡ് ഓപ്ഷൻ പറയുന്നത് VLF MF, ഓപ്ഷൻ സി പറയുന്നത് LF HF ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നത് UHF EHF. അപ്പോൾ ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ബാൻഡ്സ് യാഗിയുടെ ആൻറ്റിന ഓപ്പറേറ്റ്സ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ദാറ്റ് ഈസ് HF UFH. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാഗിയുടെ ആൻറ്റിന ഓപ്പറേറ്റ്സ് മോസ്റ്റ്ലി ഇൻ ദ HF to UFH ബാൻഡ് ഫ്രീക്വൻസി. IT ranges from 3 MHz to 3 GHz. VLF to MF 3 kHz to 3 MHz. LF to HF 30 kHz to 30 MHz. UHF to EHF 300 MHz to 300 GHz. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് എ യാഗിയുടെ ആൻറ്റിന ഈസ്, ഓപ്ഷൻ എ പറയുന്നത് ഓൺലി എ സൂപ്പർ ഡയറക്റ്റീവ് ആൻറ്റിന, ഓപ്ഷൻ ബി ഓൺലി എ സൂപ്പർ ഗെയിൻ ആൻറ്റിന,
Option C, both super directive and super gain. Option D, neither super directive nor super gain. അപ്പോൾ യാഗിയുടെ ആൻറ്റിന ഈസ് ഓപ്ഷൻ സി, ബോത്ത്. ആൻസർ എന്ന് പറയുന്നത് ബോത്ത് സൂപ്പർ ഡയറക്റ്റീവ് ആൻഡ് സൂപ്പർ ഗെയിൻ. Next question, in order to convert the bidirectional dipole to unidirectional system, we use option A പറയുന്നത് active element, ഓപ്ഷൻ ബി പറയുന്നത് ഡ്രിവൺ എലമെൻറ്റ്, ഓപ്ഷൻ സി പറയുന്നത് പാരസൈറ്റിക് എലമെൻറ്റ്, ഓപ്ഷൻ ഡി പറയുന്നത് ഐസൊലേറ്റർ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, ഇൻ ഓർഡർ ടു കൺവേർട്ട് ദ ബൈ ഡയറക്ഷണൽ ഡൈപോൾ ടു യൂണിഡയറക്ഷണൽ സിസ്റ്റം വി യൂസ്. ആൻസർ ഈസ് ഓപ്ഷൻ സി, ദാറ്റ് ഈസ് പാരസൈറ്റിക് എലമെൻറ്റ്. ഓപ്ഷൻ സി, പാരസൈറ്റിക് എലമെൻറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി യൂസ് റിഫ്ലക്റ്റേഴ്സ് ആൻഡ് ഡയറക്റ്റേഴ്സ് വിച്ച് ആർ പാസീവ് എലമെൻറ്റ്സ് ഓൾസോ നോൺ ആസ് ദ പാരസിറ്റിക് എലമെൻറ്റ്സ്. അപ്പോൾ വി യൂസ് റിഫ്ലക്റ്റേഴ്സ് ആൻഡ് ഡയറക്റ്റേഴ്സ് വിച്ച് ആർ പാസീവ് എലമെൻറ്റ്സ് ഓൾസോ നോൺ ആസ് ദ പാരസൈറ്റിക് എലമെൻറ്റ്സ്. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്, ദ ലെങ്ത് ഓഫ് ദ ഡയറക്റ്റർ കമ്പയർഡ് ടു ദ ഡ്രിവൺ എലമെൻറ്റ് ഈസ്. ഓപ്ഷൻ എ ഗ്രേറ്റർ, ഓപ്ഷൻ ബി സ്മോളർ, ഓപ്ഷൻ സി ഇൻഡിപെൻഡൻറ്റ് ടു ഈച്ച് അതർ ആൻഡ് ഓപ്ഷൻ ഡി ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് ഡ്രിവൺ എലമെൻറ്റ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, ദ ലെങ്ത് ഓഫ് ദ ഡയറക്റ്റർ കമ്പയർഡ് ടു ദ ഡ്രിവൺ എലമെൻറ്റ് ഈസ്. ആൻസർ ഈസ് ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് സ്മോളർ. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ലെങ്ത് ഓഫ് ദ ഡയറക്ടർ ഈസ് ലെസ് ദാൻ ദ ഡ്രിവൺ എലമെൻറ്റ്. ഇറ്റ് ഈസ് ഷോർട്ടർ ദാൻ ഹാഫ് വേവ് ലെങ്ത് ഓഫ് ദ ഡൈപോൾ. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്, ദ ലെങ്ത് ഓഫ് ദ റിഫ്ലക്റ്റർ കമ്പയർഡ് ടു ദ ഡ്രിവൺ എലമെൻറ്റ് ഈസ്. ഓപ്ഷൻ എ പറയുന്നത് ഗ്രേറ്റർ, ഓപ്ഷൻ ബി പറയുന്നത് സ്മോളർ, ഓപ്ഷൻ സി പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ടു ഈച്ച് അതർ ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് ഡ്രിവൺ എലമെൻറ്റ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, ദ ലെങ്ത് ഓഫ് ദ റിഫ്ലക്റ്റർ കമ്പയർഡ് ടു ദ ഡ്രിവൺ എലമെൻറ്റ് ഈസ്. ആൻസർ ഈസ് ഗ്രേറ്റർ. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിഫ്ലക്റ്റർ ഈസ് യൂസ്ഡ് ടു റിഫ്ലക്റ്റ് ഓൾ ദ എനർജി ടുവേർഡ്സ് ദ റേഡിയേഷൻ ഡയറക്ഷൻ. It increases the front to back lobe ratio. So always the reflector length is greater than the driven element length. അപ്പോൾ യാഗിയുടെ ആൻറ്റിനെ പറ്റിയിട്ടുള്ള ഒരു ക്ലാസ് MCQs നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. ഉപകാരമായാൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ അടുത്തൊരു മീഡിയമായി വരുന്നവരേക്കും ഗുഡ് ബൈ.